ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെങ്കിലോ? എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് കറിവേപ്പില, കുറച്ച് ഉഴുന്നിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, സവാള, ഇതെല്ലാം ഇട്ട് വഴറ്റണം. ഇതൊക്കെ എല്ലാനും ഓരോ കൈക്കണക്കാണ്, അല്ലാതെ പ്രത്യേകിച്ച് അതിന് അളവൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കൈക്കണക്കനുസരിച്ച് ഓരോന്ന് ചേർക്കുക. നിങ്ങൾക്ക് ഉപ്പുമാവ് ഇഷ്ടമാണോ? ആർക്കൊക്കെ ഇഷ്ടമാണ്? ഒരുവിധം ആൾക്കാർക്ക് ഉപ്പുമാവ് വലിയ താല്പര്യമില്ല. കാരണം ഉപ്പുമാവ് കഴിച്ചാൽ നെഞ്ചെരിയും എന്ന് പറയും. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടമാണ്. ഇവിടെ പിള്ളേർക്കും ഇഷ്ടമാണ്, അവരും കഴിക്കും. ഈ ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒന്നും കൂട്ടി കഴിച്ചില്ലെങ്കിലും ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. പഴമോ പപ്പടമോ ഒന്നും വേണ്ടെങ്കിലും, കടലക്കറി ഒന്നും വേണ്ടെങ്കിലും നമുക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് വാടി വരണം. വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ആ വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കുക. റോസ്റ്റഡ് റവയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇപ്പം ഭയങ്കര മടിയാണ് റവ ലൂസ് വാങ്ങിച്ചിട്ട് അരിച്ചെടുത്ത് വറുത്തൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം പാക്കറ്റ് കിട്ടുമല്ലോ റോസ്റ്റഡ് റവ, അത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഇടുന്നത്.
ഇത് ഇടുന്തോറും നമ്മൾ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. ഒരു കൈ കൊണ്ട് ഇടുക, ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. നല്ലോണം വെള്ളം വറ്റണ വരെ ഇങ്ങനെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയും കൂട്ടിയിട്ടങ്ങ് കഴിക്കാം. ഓക്കേ.